സുഹൃത്തുക്കളെ, ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് പറയുമ്പോൾ എനിക്ക് വീണ്ടും പറയാനുള്ളത്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ ഒരു ചാനലിൽ ഈ വിഷയത്തിൽ വിശദമായൊരു സ്റ്റോറി ചെയ്തിരുന്നു. അതിൽ അതേ കണ്ടന്റാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് ആ ചാനലിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കേട്ടവരുണ്ടെങ്കിൽ ഇത് കേട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. മലയാള സിനിമയിൽ പിന്നെ ഒരു കാലത്ത് മലയാള സിനിമയ്ക്കകത്ത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അന്ന് പോക്സോ കേസില്ല, പോക്സോ എന്ന് പറയുന്നൊരു വകുപ്പില്ല. 14, 15, 13 വയസ്സിലൊക്കെ സിനിമയിലെത്തി നായികമാരായി മാറിയ പലരുമുണ്ട്. ഇവരൊക്കെ അന്ന് ഇത്രയും വലിയ ഫോണില്ല, മൊബൈൽ ഫോണില്ല, ബാക്കിയുള്ള സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. അന്ന് സിനിമയിൽ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ആയിരുന്നു. ഇപ്പോൾ പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും അങ്ങനെയുള്ള ഒരുപാട് പേര് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് മലയാള സിനിമയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഇവരെല്ലാം മലയാള ചലച്ചിത്ര മേഖലയിൽ ഇന്ന് കത്തി നിൽക്കുന്ന പലരും ആയ കാലത്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് പട്ടിണി കിടന്ന് കോടമ്പാക്കത്ത് സാമീസ് ലോഡ്ജിലൊക്കെ ആരെങ്കിലുമൊക്കെ പിന്നെ അടുത്തുനിന്ന് ചെറിയ സഹായങ്ങൾ സ്വീകരിച്ച് ജീവിച്ച് നടന്മാരങ്ങനെ വന്നിട്ടുള്ളത്. പലരും ചിലരൊക്കെ അവിടെയുള്ള കുടിപ്പകകൾ ചിലരെയൊക്കെ പിന്നെ മൂലക്കിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നടിമാർ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പോലുള്ള സംവിധാനമല്ലേ, ഇതിലേക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എൻട്രി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പലർക്കും വഴങ്ങി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, പല ആളുകൾക്കും. അതേസമയം ഇന്ന് അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നു. ടാലന്റ് ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം പ്രകടിപ്പിക്കാനുള്ള ഒരുപാട് വേദികളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് റീൽസിലൂടെ അവരുടെ കഴിവുകൾ പിന്നെ അവതരിപ്പിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. ഒരാൾക്ക് അടുത്ത് മരുന്നുണ്ടെങ്കിൽ, സ്റ്റഫ് ഉണ്ടെങ്കിൽ അത് അവർക്കത് പ്രദർശിപ്പിക്കാനും പ്രകടിപ്പിക്കാനുമുള്ള വേദി ഉണ്ടാകുമ്പോൾ തന്നെ അവരെ ലോകം തിരിച്ചറിയുന്നു. നന്നായി ചിത്രം വരയ്ക്കുന്നവർക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ അവരുടെ ഫേസ്ബുക്കിലോ ആ ചിത്രങ്ങൾ ഷെയർ ചെയ്യുമ്പം അവരെ ലോകം അറിയുന്നു, അവരെ തേടി മീഡിയക്കാർ ചെല്ലുന്നു. അതേപോലെ ഈ റീൽസ് ചെയ്യുമ്പം അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഓക്കെയാണെന്ന് തോന്നുന്ന ആൾക്കാർ, അവരുടെ ഗസ്റ്റർ ഓക്കെയാണെന്ന് തോന്നുന്ന ഡയറക്ടേഴ്സ് അവരെ കോൺടാക്ട് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. വേറൊന്ന്, ഇന്നത്തെ കാലത്ത് എല്ലാത്തിനും ഓഡിഷൻ വെക്കുന്നുണ്ട്. ആ ഓഡിഷൻ മുൻകൂട്ടി അവർ അനൗൺസ് ചെയ്യും. അങ്ങനെ ഈ ഓഡിഷൻ മുൻകൂട്ടി അനൗൺസ് ചെയ്യുമ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ പോകാൻ പറ്റും. അന്നത്തെ കാലത്ത് അത്തരം സംവിധാനങ്ങളില്ല. ഇപ്പം തിക്കുറിശിയെക്കുറിച്ചാണ്, തിക്കുറിശിയൊക്കെ ഒരു അറിയപ്പെടുന്ന കോഴിയായിരുന്നു എന്നുള്ളത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തിക്കുറിശിയിലേക്ക്. പക്ഷെ അതൊക്കെ പുള്ളി അതൊരു അലങ്കാരമായിട്ട് തന്നെ കൊണ്ടുകിടന്നത്. അടൂർ ബാസി നമ്മെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള ഹാസ്യ നടനാണ്. ഒരു പക്ഷേ ജഗതിക്കൊക്കെ മുമ്പ് നമ്മളെ അതേപോലെ പിന്നെ അക്കാലത്തെ തലമുറയെ ചിരിപ്പിച്ച പഴയകാല ഹാസ്യ നടന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. പക്ഷേ ആ നർമ്മബോധം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ തനിക്ക് വഴങ്ങിത്തരാത്ത സ്ത്രീകളോട്, നടിമാരോട് അവരെ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വരെയുള്ള ലോബിങ് നടത്തിയിരുന്ന ഉപജാപക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് അടൂർ ബാസി എന്ന് സാക്ഷാൽ KPC ലളിത തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലളിതയുടെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അവരടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ അവരത് പിന്നെ അതിന് വഴങ്ങാതിരുന്ന സമയത്ത് ഇദ്ദേഹം പിന്നീട് അവരോടൊരു ശത്രുതാപരമായ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് പെരുമാറി. അവരങ്ങനെ പിന്നെ ഭരതനുമായിട്ട് അടുപ്പത്തിലാവുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ KPC ലളിത തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭരതന് യഥാർത്ഥത്തിൽ സീരിയസ് ആയിട്ട് പ്രണയം ഉണ്ടായിരുന്നത് ശ്രീവിദ്യയോടായിരുന്നു. ശ്രീവിദ്യയ്ക്ക് അന്ന് കമലിനോടായിരുന്നു. പിന്നീട് രണ്ടാമത് അവർ ജോർജിനെ കല്യാണം കഴിക്കുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ ട്രാജഡി ആവുന്നു. വയസ്സുകാലത്ത് പിന്നീട് ഗണേശകുമാരനും അവരെ നന്നായി ചതിച്ചു, സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ചതിച്ചു കളഞ്ഞു. പാവം മരണപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു ശ്രീവിദ്യ. അതേപോലെ ഇപ്പോൾ നമ്മൾ സുകുമാരി അമ്മ എന്നൊക്കെ പറയുമ്പോഴും പലരും പഴയ കാലത്തുള്ളവരൊക്കെ ഇതൊക്കെ എന്താ പറയുക, പലപ്പോഴും നമുക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടുന്നത് ഈ ചലച്ചിത്ര മേഖലയിലുള്ള ചിലരുടെ കൂടെ ഉള്ള മദ്യപാന സദസ്സുകളിലൊക്കെ. ആ മദ്യപാന സദസ്സുകളിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും പരിപാടിക്ക് വന്നിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഗൾഫിലാവുമ്പോഴും ഒക്കെ ആകുമ്പോഴും ഈ മദ്യപാന സദസ്സുകളിൽ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ചിലതൊക്കെ ഇവർ പറയുക. ഇപ്പം ആരും അങ്ങനെ പറയൂല. ഇപ്പം എന്താ വെച്ചാൽ അനങ്ങിയാൽ ആൾക്കാർ റെക്കോർഡ് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉപയോഗിക്കുന്നുള്ളത് അറിയാം. ഈ വളരെ ഇതായിട്ടുള്ള ഈ സ്പൈ വർക്കിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന റെക്കോർഡറുകളുണ്ട്. ചൈനയുടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പല രീതിയിലുള്ള ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പോൾ തെകൽക്കൊക്കെ തന്നെ അവരുടെ സ്റ്റിംഗ് ഓപ്പറേഷനൊക്കെ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന അത്യന്താധുനികമായ ഉപകരണങ്ങളുണ്ട്. ദില്ലിയിൽ അതിൻ്റെ ഒരു പ്രത്യേക കേന്ദ്രം തന്നെയുണ്ട്. നമ്മൾ പറയുന്ന രീതിയിൽ അത് വേണമെങ്കിൽ സൂട്ട് കേസിൽ അല്ലെങ്കിൽ നമ്മളെ വാച്ചിൽ അങ്ങനെയൊക്കെ പിടിപ്പിക്കാവുന്ന വളരെ എക്സ്പെൻസീവാണ്. അത്തരത്തിലുള്ള വളരെ സ്പൈ ക്യാമറകൾ ഉപയോഗിക്കാനുള്ള സംവിധാനങ്ങൾ, വോയിസ് റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള നല്ല ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പ്രശസ്തമായൊരു സ്ഥാപനമുണ്ട്. ഇത്തരം സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്ന പോർട്ടലുകളൊക്കെ അവരെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത്, കുറച്ചുകൂടി മനുഷ്യനെ വിശ്വസിച്ചിരുന്നൊരു കാലത്ത് ഇങ്ങനെ രണ്ടെണ്ണമൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഈ മേഖലയിലുള്ളവർ ഒരു അറിയപ്പെട്ട അന്തരിച്ചു പോയ ഒരു ഗാനരചയിതാവ് കുറേ പിന്നെ കഥകൾ ഒരിക്കൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നതാണ് നമുക്ക് പലപ്പോഴും പലരിടത്തും കിട്ടുന്നതൊക്കെ. നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്.
അപ്പം ഈ സുകുമാരി അമ്മ പോലും ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ വരുന്ന അവരിതിനെല്ലാം റെഡിയായിട്ട് വില്ലിങ്ങായിട്ട് നിന്നിരുന്നു, എന്താ അവരുടെ ചെറുപ്പകാലത്തിൽ, ആയ കാലത്തിൽ. പക്ഷെ അവർ പ്രായം ചെന്നപ്പം ഇങ്ങനെ താല്പര്യമുള്ള സംവിധായകർക്കോ പിന്നെ നടന്മാർക്കോ വേണ്ടി പുതിയതായി ഫീൽഡിൽ വരുന്ന പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു അവർ, സുകുമാരി അമ്മ. നിനക്ക് നല്ല ഭാഗ്യമൊക്കെ കിട്ടും, നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, മോളെ 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 എന്നൊക്കെ പറഞ്ഞ് മധുരം പുരട്ടിയ പിന്നെ വാക്കിലൂടെ ഇവരെ മെല്ലെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവരെ മെല്ലെ ടോൺ ചെയ്തെടുത്ത് ഇവരെ അവർക്ക് ഏർപ്പാടാക്കി കൊടുക്കുന്ന പണി വരെ ചെയ്തിട്ടുണ്ട് സുകുമാരി അമ്മ ഉൾപ്പെടെ. പോട്ടെ, മരിച്ചുപോയി. ഇപ്പം നമ്മുടെ MT നമ്മുടെ അന്തരിച്ച അകാലത്തിൽ വാഹനാപകടത്തിൽ മരിച്ച നല്ല ടാലൻ്റുള്ള പെൺകുട്ടിയായിരുന്നു, നക്ഷത്രങ്ങളിലെ പിന്നെ നായികയ്ക്ക്. അവർക്ക് സിനിമയിൽ വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അമ്മ, പക്ഷെ അവരൊരു കാര്യം ചെയ്തു, ഈ ചെറിയ മോളെ കൊണ്ടുപോയിട്ട് അതിന് പിന്നെ ചെയ്തില്ല. പകരം അവരമ്മ MTക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നതിൻ്റെ അനുഭവങ്ങളും കഥകളും ഒക്കെ പലപ്പോഴും പിന്നെ മറ്റു പലരും അങ്ങനെ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ കഴിവുണ്ടായിരുന്നെങ്കിൽ തന്നെയും കഴിവ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇന്ന് കഴിവുണ്ടെങ്കിൽ തേടി വരും, അതിന് ഡിമാൻഡ് ചെയ്യാം. ഇത്ര ലക്ഷം കിട്ടിയാലും ഇത്ര കോടി കിട്ടിയാലും ഞാൻ അഭിനയിക്കുള്ളൂ എന്നുള്ളത് പറയാൻ പറ്റും കഴിവുള്ളവർക്ക്, ആർക്കായാലും. ഇപ്പോൾ വിനായകനെ പോലും ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പിന്നെ നല്ല റേറ്റാണ് വരുന്നത് ഓരോരുത്തർക്കും. നയൻതാര, ഇപ്പോൾ മഞ്ജു വാര്യർ, ബാക്കിയുള്ള ഓരോരുത്തരും, ഫഹദ് ഫാസിൽ, ഇപ്പോൾ അമിതാഭ് ബച്ചൻ്റെയും ഒക്കെ കൂടെയാണ്, രജനീകാന്തിൻ്റെയാണെന്ന് തോന്നുന്നു അല്ലേ, അമിതാഭ് ബച്ചൻ്റെ രജനീകാന്തിൻ്റെയും കൂടെ തോന്നുന്നു അഭിനയിക്കുന്നത്, പ്രധാനപ്പെട്ട റോളിൽ ബോളിവുഡിൽ അഭിനയിക്കുന്നു. ഈ രീതിയിലേക്ക് അവരുടെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ വലിയൊരു ലോകം എല്ലാവർക്കും തുറന്നിട്ടിരിക്കുക. ജേർണലിസത്തിനൊന്നും പഠിച്ച് അങ്ങനെ എവിടെയെങ്കിലും പിന്നെ ടെസ്റ്റ് എഴുതി പണ്ട് മനോരമയിലും മാതൃഭൂമിയിലും സബ് എഡിറ്ററായിട്ട് കയറുന്നതിന് പകരം ഇന്ന് ഒരു ജേർണലിസം പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം കഴിവുള്ള ആൾക്കാരെ കുത്തിയെടുത്ത് മെയിൻ സ്ട്രീം ചാനലുകൾ വരെ അവരെ ഓരോ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സാറ്റർ പ്രോഗ്രാം ബാക്കിയുള്ളതൊക്കെ വേണ്ട, തിരിച്ച് വീണ്ടും നമുക്ക് പറയാം. ഹേമ കമ്മീഷനിലേക്ക് വരും. 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ചലച്ചിത്ര മേഖലയിലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ ഒന്നാം പിണറായി സർക്കാർ 2018 നിയോഗിക്കുന്നത്. അതിൽ WCC ഉൾപ്പെടെയുള്ള വുമൺ കളക്റ്റീവ് സിനിമ അങ്ങനെ എന്തോ ആണ് WCC, പത്മപ്രിയയും അതേപോലെ റിമ കല്ലിങ്കിലും നമ്മുടെ പാർവതി തിരുവോത്തൊക്കെ ഉൾപ്പെടെയുള്ളവരുടെ ഒരു കൂട്ടായ്മ, അവരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ കൂട്ടായ്മ, ചലച്ചിത്ര മേഖലയിലെ വനിതകളുടെ, അതിൽ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ, അതിൽ അഭിനയിക്കുന്നവർ, വിവിധ മേഖലകളിലുള്ളവരുടെ ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്. അവർ അമ്മയുമായിട്ടുള്ള ബന്ധമൊക്കെ, അമ്മയും അച്ഛനൊന്നും ഞങ്ങൾക്ക് പിന്നെ ഉപകാരമില്ലാത്ത സംഘടനയിൽ ഞങ്ങൾ നിൽക്കേണ്ട എന്നുള്ള ഇതിലെ ബന്ധം വരെ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്, നിലപാടുള്ളവരാണ്. അങ്ങനെ അവരുൾപ്പെടെയുള്ള ആവശ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഈ വിഷയത്തിൽ പിന്നെ ഇങ്ങനെ ഒരു കമ്മീഷനെ വെക്കുന്നത്. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും അതേപോലെ പഴയകാല നടി ഉർവശി ശാരദ, അവർ ആന്ധ്രാപ്രദേശുകാരിയാണ്. അവർ നമ്മുടെ മണ്ഡലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കർണൂലല്ല വേറെ എവിടെയാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് MP ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ശാരദ. അതേപോലെ KP വത്സലകുമാരി എന്നിവർ അംഗങ്ങളായിട്ടുള്ള 3 അംഗ കമ്മീഷനാണ്. ആ 3 അംഗ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് മൊഴികൾ ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രായമായ മധ്യവയസ്കർ അല്ലാത്തവർ, ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള സ്ത്രീകൾ, ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരുപാട് മൊഴികൾ അവരെടുത്ത് വന്നു. ആ മൊഴികൾ എന്ന് പറയുമ്പം ഒരുപാട് സിറ്റിംഗ് അവർ നടത്തി. അങ്ങനെ ആ സിറ്റിങ്ങിൽ ഈ മൊഴികളൊക്കെ എടുത്തു. ആ മൊഴികൾക്കകത്ത് വന്നിട്ടുള്ള പരാമർശിക്കപ്പെട്ട പല വിഷയങ്ങൾ ഈ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും അവർ ചില വിശ്വാസമുള്ള ചലച്ചിത്ര മേഖലയിലെ പ്രവർത്തകരോട്, മുതിർന്ന മാധ്യമ പ്രവർത്തകരോടൊക്കെ പലപ്പോഴായിട്ട് ഇതിനകത്തുള്ള അംഗങ്ങൾ ഒക്കെ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ ഷെയർ ചെയ്ത വിവരങ്ങൾ ഇന്ന് എല്ലാവർക്കും അറിയാം. അത് ഇങ്ങനെ ഈ സാധനം പിന്നെ പരക്കുമല്ലോ, അങ്ങനെയുണ്ടല്ലോ. ഇപ്പം ഒരു ഈ CPMന്റെ പോളിറ്റ് ബ്യൂറോയ്ക്കകത്തോ കോൺഗ്രസിൻ്റെ പിന്നെ ഹൈക്കമാൻഡ് യോഗത്തിലോ നടക്കുന്ന കാര്യങ്ങൾ വരെ നാട്ടുകാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്, സാധാരണ പ്രവർത്തകൻ വരെ അറിയുന്നുണ്ട്. കാരണം അതിങ്ങനെ എല്ലാം പുറത്തേക്ക് ഏതെങ്കിലും വഴിക്ക് ചോർന്ന് കിട്ടും, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് അറിയുന്നുണ്ട്. അപ്പം ആ ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഇതിലുള്ള വിവരങ്ങൾ ആരുടെ കയ്യിലും രേഖയില്ലാന്നേ ഉള്ളൂ. ഇന്ന രീതിയിലുള്ള ആളുകൾക്കെതിരെ ഇന്ന രീതിയിലുള്ള പിന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ് പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ലിംഗവിവേചനമുണ്ട്. ഈ കാസ്റ്റിംഗ് കൗച്ച് മാത്രമല്ല, ഇപ്പം മീറ്റു ആരോപണങ്ങൾ പിന്നെ പലരും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് മാത്രമല്ലാതെ ഈ പിന്നെ ലിംഗ വിവേചനങ്ങൾ, അല്ലാത്ത ലൈംഗിക പീഡനങ്ങൾ, സെറ്റിൽ ശുചിമുറി ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഇവർക്കൊന്നും മൂത്രമൊഴിക്കാൻ പോകാൻ പറ്റില്ല എന്നേ. ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ബാക്കിയുള്ള 2ാം നിരയിലുള്ള ഉപനായികമാരായിട്ടൊക്കെ അഭിനയിക്കുന്നവർക്കൊക്കെ അവർക്ക്, അതേസമയം സൂപ്പർ താരങ്ങൾക്ക് കാരവനിൽ പോയിട്ട് അവർക്ക് കടന്നുറങ്ങാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവർക്ക് മൂത്രമൊഴിക്കാൻ പോലും സൗകര്യമില്ലാത്ത ചില സെറ്റുകൾ ഉണ്ടാവാറുണ്ട്. വസ്ത്രം മാറാൻ സൗകര്യമില്ലാത്തത് സ്വകാര്യമായി. കാരണം എന്താ വെച്ചാൽ ഇവന്മാർക്ക് അപ്പോൾ ഇത് കണ്ടാസ്വദിക്കാൻ പറ്റില്ലല്ലോ, അതിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, അതേപോലെ അശ്ലീലമായ പദപ്രയോഗങ്ങൾ, ലൈംഗിക ചൊവ്വയുള്ള രീതിയിൽ പിന്നെ പ്രയോഗങ്ങൾ നടത്തിയിട്ട് സംസാരിക്കുക, അങ്ങനെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കുറിച്ചിട്ടുള്ള ഒരു സംക്ഷിപ്തമായിട്ടുള്ള
വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സംശയത്തല്ല വിശദമായ ഒരു പഠനം നടത്തിയിട്ടുള്ളൊരു റിപ്പോർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് മൊഴികളുണ്ട്. ഇത് പുറത്തുവിടാൻ വേണ്ടിയിട്ട് ഇത് 2019 ഡിസംബർ മാസം 31 സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചതാണ്. ഈ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് റിപ്പോർട്ട് അവർക്ക് സമർപ്പിച്ചതാണ്. 1 കോടിയിൽ പരം 1,06,000 ചില്ലാനം രൂപ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതായത് എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന്. എന്നിട്ട് ഈ റിപ്പോർട്ട് 5 കൊല്ലം ഇവന്മാർ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത് സാംസ്കാരിക മന്ത്രിക്കോ അല്ലെങ്കിൽ മുതിർന്ന സഖാക്കൾക്കോ എപ്പോഴെങ്കിലും ഇരുന്ന് വായിച്ച് രസിക്കാനുള്ള സാധനമല്ല. ഇത് കേരളത്തിന്റെ പൊതു സ്വത്താണ്. ജനങ്ങൾ അറിയണം ഈ വിവരം. അങ്ങനെ വായിച്ച് രസിക്കാൻ ഇത് കൊച്ചു പുസ്തകമോ പമ്പന്റെ നോവലോ ഒന്നും അല്ല എന്ന് ഞാൻ ആ സ്റ്റോറിക്കകത്ത് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് ഞാൻ. ഇത് പമ്പന്റെ നോവലല്ല വായിച്ച് രസിക്കാൻ, അങ്ങനെ കൊച്ചു പുസ്തകമല്ല. അത് അതിനകത്തുള്ള കാര്യങ്ങൾ പലരുടെയും യഥാർത്ഥ മുഖം ജനങ്ങൾ അറിയേണ്ടതാണ്. ഇവിടുത്തെ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ. കാരണം ഇവരെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പൈസ എടുത്തിട്ടോ അല്ലെങ്കിൽ AK സെന്ററിൽ നിന്ന് CPMന്റെ ഫണ്ട് എടുത്തിട്ടോ അല്ലല്ലോ ഈ കമ്മീഷന് ഈ 1,06,000 രൂപ കൊടുത്തത്. സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് എടുത്താൽ കൊടുത്തത്. അതൊരു സാധാരണക്കാരൻ അറിയണം. അപ്പം ഇത് വിവരാവകാശ കമ്മീഷനെ ആയിട്ട് ബന്ധപ്പെട്ട് ആളുകൾ പരാതിയുമായി ചെന്ന സമയത്ത് വിവരാവകാശ കമ്മീഷൻ ഇവർക്ക് ഒരു ഉത്തരവ് കൊടുത്തു. അതായത് കഴിഞ്ഞ മാസം 25-ാം തീയതിക്കകം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളത്. അത് വന്നപ്പം ഒരു സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ നിർമ്മാതാവ്, ഞാൻ അവനെ ഏത് സിനിമ എടുത്തതെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് പരാമർശിക്കപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാം. ഇതിനകത്തുള്ള കണ്ടന്റ് മുഴുവൻ എല്ലാവർക്കും അറിയാം. മൊഴി കൊടുത്തത് എന്തൊക്കെ മൊഴികൾ വന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് പരാമർശിക്കപ്പെട്ട് എൻ്റെ പേര് അതിനകത്തുണ്ട് എന്നറിയാവുന്ന ഈ കോടികളെല്ലാം കൂടി, ചലച്ചിത്ര മേഖലയിലെ കോടികളെല്ലാം കൂടി ഒന്നിച്ച് ഇവര് ബിനാമിയായി ഈ സജിമോൻ പാറയിലിനെ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർക്ക് നേരിട്ട് കേസിന് പോയി കഴിഞ്ഞാൽ അപ്പം എനിക്കെതിരെ ആരോപണമുണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇത് പുറത്തു വിട്ടാൽ ഞാൻ ആകെ നാണക്കേട്ടിലാവും എന്നുള്ള അറിയാം. പക്ഷെ ഞാൻ പോയിട്ട് കേസ് ഇത് പുറത്തു വിടരുതെന്ന് പറഞ്ഞ കേസ് കൊടുത്താലാ രാജ് ജോസഫിന്റെ പേര് അതിലുണ്ട്, അതുകൊണ്ടാണ് രാജ് ജോസഫ് കേസ് കൊടുത്തതെന്നുള്ളത് മനസ്സിലാവും ആൾക്കാർ. അതിന് വേണ്ടിയിട്ട് ഇവനെ കൊണ്ട് കൊടുപ്പിച്ചു. സജിമോൻ പറയില്ല, ആരാലും വലിയ അറിയപ്പെടുന്ന നിർമ്മാതാവൊന്നുമല്ല. ഈ കൊടുത്ത് ആ കേസിൽ ഹർജിയിൽ ഇദ്ദേഹം പറയുന്നത്, ഹൈക്കോടതി കൊടുത്ത ഹർജിയിൽ പറഞ്ഞത് ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. ഇത് എന്ത് സ്വകാര്യതയുടെ ലംഘനമാണല്ലേ? ഇങ്ങനെ മൊഴി കൊടുത്ത ഇരകളുടെ പേരുകൾ പറയണ്ട, പരാതിക്കാരന്റെ പേര് പുറത്തു വിടണ്ട. അതൊരിക്കലും പുറത്തു വിടാറില്ലല്ലോ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കേസ് വരുമ്പോഴും അങ്ങനെയല്ലേ? ഈ വേട്ടക്കാരന്റെ പേര് പുറത്തു വരട്ടെന്നേ, ജനങ്ങൾ അറിയട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും കേസ് വരുമ്പോഴൊക്കെ കേസ് തെളിയിക്കപ്പെടുന്നതിന് മുമ്പ്, അന്വേഷണം നടക്കുന്നതിന്റെ മുമ്പ് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഇരയുടെ പേര് പറയുന്നുമില്ല, പ്രതിയുടെ ഫോട്ടോയും പേരും എല്ലാം വെച്ചിട്ട് എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നതല്ലേ. ചിലപ്പോൾ അവസാനം വിധി വരുമ്പോൾ അവരെ ചിലപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു കമ്മീഷന് മുമ്പിൽ കൊടുത്തതാണ്, കേസ് കൊടുത്തതല്ല. ആ രീതിയിൽ ഇത് പുറത്തു വിടുന്നതിന് വേട്ടക്കാരന്റെ സ്വകാര്യത സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ആർക്കും ഇല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ കോടതി ഇതിനകത്ത് ഈ ഹർജി തള്ളി. ആദ്യം ഒരാഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തു. പിന്നെ വിശദമായ വാദം കേട്ട ശേഷം 2 ദിവസം മുമ്പ് ജസ്റ്റിസ് അരുൺ അതിനകത്ത് വിധി പുറപ്പെടുവിച്ചു. വളരെ കൃത്യമാണ് അതിനകത്ത് വിധി. സ്വകാര്യത ലംഘനം എങ്ങനെ ഇതിനകത്ത് ആരോപിക്കാം എന്ന് ചോദിച്ചു. അത് മാത്രമല്ല, ഈ റിപ്പോർട്ടിന്റെ കണ്ടന്റ് അറിയാതെ അതിനകത്ത് സ്വകാര്യതയുടെ ലംഘനമുള്ള മൊഴികളുണ്ട് എന്ന് എങ്ങനെ ഈ ഹർജിക്കാരൻ മനസ്സിലാക്കി എന്നും ജഡ്ജി ചോദിച്ചു കമന്റായിട്ട് വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്. ഓക്കെ, ഇതിന് ഇപ്പോൾ ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ WCC ഒക്കെ ഇവരുമായിട്ട് അകന്ന് നിൽക്കുന്നുണ്ട്, അമ്മയുമായിട്ട് അകന്ന് നിൽക്കുന്നുണ്ട്, നിലപാടുള്ള പെണ്ണുങ്ങളാണ് എന്നുള്ളത് ഓക്കെയാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സ്വാധീനിക്കാൻ പറ്റുന്ന പല പ്രമുഖരും ഇന്ന് ചലച്ചിത്ര മേഖലയിലുണ്ട്. ഒന്ന് മമ്മൂട്ടി, കൈരളി ടിവിയുടെ ചെയർമാനാ, കൈരളി ചാനലിന്റെ മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന്റെ ചെയർമാനാ. CPMനോട് ഒരു കാര്യം, CPM സർക്കാരിന്റെ മേലെ സമ്മർദ്ദം ചെലുത്താൻ ഏറ്റവും ശേഷിയുള്ള ആളാണ് ഇന്ന് മമ്മൂട്ടി. കുറച്ചൊക്കെ ഒരു ഉള്ളിൽ ഭീതി ഉണ്ടാവുമല്ലോ. 2, ഗണേഷ് കുമാർ മന്ത്രിയാ. 3, മുകേഷ് MLA രണ്ടാമത്തെ വട്ടം. ഗണേഷ് പലവട്ടം MLA ആയും മുമ്പും മന്ത്രിയായിട്ടുണ്ട്. അപ്പം അത്രയും സ്വാധീനമുള്ള, ഇടതുമുന്നണിക്ക് മേലെ സമ്മർദ്ദം ചെലുത്താൻ ശേഷിയുള്ള, സ്വാധീനിക്കാൻ ശേഷിയുള്ള ആളുകൾ അവിടെ ഉണ്ടാകുമ്പോൾ ഈ മൊഴി ഇപ്പൊ ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ, ഈ മൊഴികൾ ഒന്നുമില്ലാതെ അതിന്റെ റിപ്പോർട്ടിന്റെ അവരുടെ നിർദ്ദേശങ്ങൾ മാത്രം പുറത്തുവിടാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് പൂർണ്ണ രൂപത്തിൽ പുറത്തുവിടണം. ഇന്ന പേജ് തൊട്ട് ഇന്ന പേജ് വരെയുള്ള ഭാഗം ഒഴിവാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ മനോരമ, മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയല്ല ചെയ്യണ്ടേ, ഇത് മൊത്തത്തിൽ തന്നെ പുറത്തു വരണം. അപ്പോൾ ഇവർക്ക് എന്താ വലിയ പേടിക്കാനല്ലേ? നമ്മൾ പറയാറുണ്ടല്ലോ, മടിയിൽ കനമുള്ളവന് വടിയിൽ പിടിച്ചാൽ മതി എന്ന്. ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വിടട്ടെ എന്നല്ലേ പറയണ്ടേ? സംശുദ്ധരായ ആൾക്കാർ അമ്മ സ്വാഗതം ചെയ്യണം. അതിന്റെ റിപ്പോർട്ട് മുഴുവൻ മൊഴി പരിപൂർണമായും പുറത്തു വിടണമെന്ന് ജനങ്ങൾ അറിയട്ടെ. പാതിരാത്രിയിലൊന്ന് സൂര്യൻ ഉദിക്കട്ടെ. ഇവരുടെയൊക്കെ മുഖം വികൃതമാവും. അപ്പം കുറെ എണ്ണത്തിന്റെ ഒരു 10% പേരേ ഉള്ളൂ. ഇപ്പം
ലാലിനെ കുറിച്ച് ലാലിനോട് ആരോ ഏതോ പിന്നെ ഒരു മീഡിയക്കാരി ചോദിച്ചപ്പോൾ പറഞ്ഞു എത്ര ഇതായിരുന്നു ചോദിച്ചപ്പോൾ 10,000 ആയി തോന്നുന്നു എന്നാണ്. മോഹൻലാൽ ആരെ പീഡിപ്പിക്കാൻ പോയതായിട്ടും കേട്ടിട്ടില്ല. അങ്ങനെ ചിലപ്പോൾ അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. 5,000 ക്ലബിലെത്തി എന്ന് പറഞ്ഞ് കേൾക്കുന്നു. കമലഹാസൻ 7,000 ക്ലബിലെത്തി എന്ന് പറഞ്ഞ് കേൾക്കുന്നു. പക്ഷേ കമലഹാസൻ വേറെ പ്രശ്നമുണ്ട്. മൂപ്പർ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ഒരു ലിപ് ലോക്ക് ചുംബനം അതിനകത്ത് വേണം, ലിപ് ലോക്ക് കിസ് അതിനകത്ത് വേണം. അതെന്ത് വന്നാലും പുള്ളി അതിന് പിന്നെ തിരക്കഥാകൃത്ത് എഴുതിയിട്ടില്ലെങ്കിലും സിനിമയുടെ അങ്ങനെ സീനില്ലെങ്കിലും അത് പുള്ളിക്ക് ഏതെങ്കിലും ഒരിടത്ത് എഴുതി ചേർക്കണം. ഒരു പുതുമുഖ നടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പുതുമുഖ നായികയാണെങ്കിൽ അത് എഴുതി ആ സാധനം അതിനകത്ത് ഉൾപ്പെടുത്തണം. കാരണം ഈ ഉദയനാണ് താരത്തിൽ ശ്രീനിവാസൻ പറയുന്ന പോലെ സ്ക്രിപ്റ്റിലും കയറി കൈവെക്കും. വേണ്ട, ആ സീൻ എടുക്കുമ്പോൾ ആ ചുംബന പിന്നെ സീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംവിധായകന് അത് പിന്നെ ടേക്ക് ഓക്കെ ആയെങ്കിൽ തന്നെ വീണ്ടും റീടേക്ക് എടുപ്പിക്കും. കാരണം പല പ്രൊമോഷൻസ് ചെയ്യണം. സംവിധായകൻ്റെ പണിയും തിരക്കഥാകൃത്തിൻ്റെ പണിയൊക്കെ പുള്ളി അതിനകത്ത് കയറി ഇടപെടുന്ന പറഞ്ഞ് കേൾക്കാറുള്ളത്. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ മറ്റേ സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ ഇതൊരു ടൂണിങ്ങിൻ്റെ ഭാഗമാണ്. ഇവരുടെ ഈ പുതിയതായിട്ട് സിനിമാ ഫീൽഡിൽ വന്ന ഈ പെൺകുട്ടികളുടെ സ്വന്തം മക്കളെ ശ്രുതിഹാസൻ്റെ ഒക്കെ പ്രായമുള്ള പെൺകുട്ടികളുടെ മടി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇത് കുറേയൊക്കെ ഇത്രയും പേരെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഈ ഫ്രഞ്ച് കിസും ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അറിഞ്ഞിറങ്ങി ഇനി കുളിച്ച് കയറാനാവുമല്ലോ. ഈ മടി മാറ്റിയെടുക്കുക എന്നുള്ള ടൂണിങ് ആണ് അത് കൃത്യമായിട്ട് നടക്കുന്നത്. അതിൽ നിന്ന് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ വഴി എളുപ്പമാണ്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് വഴി വെട്ടിയിടുകയാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ചുംബന സീനൊക്കെ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? സിംബോളിക്കായിട്ട് കാണിക്കാമല്ലോ. ഇപ്പോൾ കേരള സ്റ്റോറി സിനിമയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് റേപ്പ് സീനിൽ പോലും ഈ ബിരിയാണി സിനിമയ്ക്കകത്തുള്ള പോലെയൊന്നുമില്ല. അതെന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. അത് പോൺ വീഡിയോ കാണാൻ വേണ്ടി പോകുന്ന അതേ മാനസികാവസ്ഥയിലാണ് ആ സീൻ കാണാൻ വേണ്ടി ആൾക്കാർ പോകുന്നത്. അല്ലാതെ ആ സിനിമയ്ക്ക് പോവില്ല. ഞാനത് യൂട്യൂബിലാണ് കണ്ടിട്ടുള്ള പിന്നെ ബിരിയാണിക്കകത്തുള്ള പിന്നെ കിടപ്പറ സീന് അർദ്ധനഗ്നയായിട്ടാണ് പിന്നെ കനീസ് കുസൃതി അതിനകത്തുള്ളത്. പിന്നെ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നു, ലൈംഗികതയിൽ ഏർപ്പെടുന്നതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഷേക്കിംഗ് അതൊക്കെ കാണിക്കുന്നു. ഇതിൻ്റെ ഒന്നും ഇല്ലാതെ കേരള സ്റ്റോറിക്കകത്ത് വളരെ മനോഹരമായിട്ടാണ് നമുക്ക് മനസ്സിലാവും അവിടെ റേപ്പാണ് നടന്നതെന്നുള്ളത്. പക്ഷെ നമുക്ക് പിന്നെ അത് ഫാമിലിയായിട്ട് പോയിരുന്ന് കണ്ടാൽ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ല, അരോചകമായിട്ട് തോന്നില്ല. ചാപ്പാക്കുരിശിലെ ലിപ് ലോക്ക് സീൻ പോലും എനിക്കിഷ്ടമായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിഷ്ടമായിട്ടില്ല എന്നല്ല, നമുക്ക് കാണുമ്പോൾ രസമുണ്ട്. പക്ഷേ അത് കുടുംബമായിട്ട് എങ്ങനെയാണ് കാണുക? അപ്പം ഞാൻ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോവാം, അല്ലെങ്കിൽ പിന്നെ കാമുകിയും കാമുകനും ഒരുമിച്ച് പോവാം, നമ്മളെ കൂട്ടുകാരുടെ കൂടെ പോയി കാണാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പോയി കാണാം, നമ്മളെ മാതാപിതാക്കളുടെ കൂടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ, നമ്മുടെ സഹോദരിമാരുടെ കൂടെ, നമ്മുടെ സഹോദരന്മാരുടെ കൂടെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റിയത്? അതും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സീനാണ്. അത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട് സ്വാഭാവികമായിട്ട്. നമ്മൾ അത്രയും വലിയ പുരോഗമനത്തിലേക്കൊന്നും പോയിട്ടില്ല. ഞാനെന്തായാലും, നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇതൊക്കെ കുറച്ചുകൂടി സിംബോളിക്കായിട്ട് കാണിക്കാവുന്നതേ ഉള്ളൂ. ഇതിങ്ങനെ ഒരു സീൻ ഉണ്ടായാലേ സിനിമ പോവുള്ളൂ എന്നുള്ള അവനവൻ്റെ ക്രാഫ്റ്റിൽ വിശ്വാസമില്ലാത്ത ഡയറക്ടർമാരും തിരക്കഥാകൃത്തുക്കളും പിന്നെ കഥാകൃത്തുക്കളുമാണ് ഇങ്ങനത്തെ സീനുകളെല്ലാം തിരികെ കയറ്റുന്നത്. കാരണം അത് കാണണമെങ്കിലും ആൾ വരട്ടെ എന്ന് എഴുതിയിട്ട്, അല്ല അതാരും കാണൂല എന്നറിയാം. അപ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാർ ഇടിച്ച് കയറിക്കൊള്ളുന്നു എഴുതിയിട്ട്. ഇപ്പം ഈ അതേസമയം പുതിയ തലമുറയിലെ ആൾക്കാർ എത്രയോ മാന്യന്മാരാണ്. ഇപ്പോൾ ഫഹദ് ഫാസിൽ, ആസിഫ് അലി, പൃഥ്വിരാജ്, ബിജു മേനോൻ, ടൊവിനോ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, ഇവരെക്കുറിച്ചൊന്നും ഇങ്ങനത്തെ ആക്ഷേപങ്ങൾ വരുന്നില്ല. ഇത് ഈ മേഖലയിൽ മാത്രം, ഈ ചലച്ചിത്ര മേഖല എന്ന് പറഞ്ഞാൽ വെറും പിന്നെ അഭിനയ രംഗത്ത് മാത്രമല്ല, ചില സംഗീത സംവിധായകർ, ചില ഗാനരചയിതാക്കൾ, അവരാണ് പിന്നെ അവരെ പാട്ട് സംവിധാനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, മ്യൂസിക് ആര് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന, ആര് പാടണം തീരുമാനിക്കുന്നവരാ. അവിടെയും ഈ കാസ്റ്റിംഗ് കൗച്ചൊക്കെ ഉണ്ട്. ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ തീരുമാനിക്കുക ആരെ പാടിപ്പിക്കണം എന്നുള്ളത്, അവരാ ഫൈനൽ തീരുമാനം എടുക്കുന്നത്. അപ്പം അവിടെയൊക്കെ നടക്കുന്ന ഇത്തരം കുറേ പരിപാടികളുണ്ട് എന്നുള്ളത് വേറെ സത്യമാണ്. പിന്നെ പൂർണ്ണമായിട്ട് മൊഴികൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വല്ലിക്ക പോലും സേഫ് അല്ല. വല്ലിക്ക ഒരു കുടുംബം തകർത്തതിൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ. വല്ലിക്ക പിന്നെ ഒരു കാര്യമുണ്ട്, വല്ലിക്ക ചെറിയ പിള്ളേരെയൊന്നും ചെയ്യാൻ പോകാറില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് താല്പര്യമുള്ളത് വല്ലിക്കയ്ക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രസവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവർക്ക് അവരെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പിന്നെ ഒതുക്കി വെക്കും, അതിനോട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. അത് മീട്ടുമായിട്ടൊന്നും ആരോപിക്കാൻ പോകില്ല. കാരണം കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പിന്നെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന്, സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ വരും. അതുകൊണ്ട് അത് തുറന്നു പറച്ചിലുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. രണ്ട്, പിന്നെ ഇദ്ദേഹം ഞാൻ പറഞ്ഞ പ്രസവിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ, അപ്പോൾ കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരെയാണ്. അദ്ദേഹത്തിന് ഇവിടെ ദുബായിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മളെ മറ്റേ മുതലാളി കാക്കേൻ്റെ പിന്നെ ഹോട്ടലിൽ
സ്യൂട്ട് റൂമുണ്ട്. അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ ചില കണക്ഷൻസ് ഉണ്ട്. പക്ഷെ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആളാണ്. ലാലിൻ്റെ ഇതുമാതിരി എല്ലാവർക്കും പറഞ്ഞു നടക്കാവുന്ന രീതിയില്ല. അല്ല മൈൻഡ് ചെയ്യുന്നില്ല, ലാൽ ആരെയും പീഡിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതും ഒരു താരാരാധനയെ വഴിതിരിച്ച് വിട്ട് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമാണ്. അതിലൊന്നും വെല്ലിക്കാനെ കവച്ചു വെക്കാൻ ഇന്ന് മലയാളത്തിലെ ചെറുപ്പക്കാർ പോലും ഇല്ല. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങളും മനസ്സിനെ അത്രത്തോളം തട്ടിയിട്ടുള്ളത്. അച്ചൂട്ടിയൊക്കെ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അത് എന്നെ ഫർഗീസിനെ ഇഷ്ടമായിരുന്നു, തിലകനെ ഇഷ്ടമായിരുന്നു, ഇന്ദ്രൻസിനെ ഇഷ്ടമാണ്. ഇന്ദ്രൻസിന്റെ സിനിമയും കണ്ടില്ല. പക്ഷേ ഇന്ദ്രൻസിന്റെ ആ ഒരു ലാളിത്യം വിനയവും കാര്യങ്ങളൊക്കെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടം. പക്ഷെ നടൻ എന്നുള്ള രീതിക്ക് എന്നെ ഫർഗീസ്, പത്രത്തിലെ വിശ്വനാഥൻ, നായകനായ സുരേഷ് ഗോപി പോലും ഒന്നല്ല. ഇഞ്ചോടിഞ്ച് പിടിച്ചൊന്ന് മത്സരിച്ചു, അഭിനയിച്ചു നമ്മുടെ മഞ്ജു വാര്യരോട്. തിലകൻ ഒരുപാട് സിനിമകളിൽ, കവിയൂർ പൊന്നമ്മ, KPSC ലളിത, മോഹൻലാല്, ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉള്ള. അങ്ങനെയുള്ള ഒരുപാട് പേര്. ഓക്കെ, പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ എനിക്കിഷ്ടമൊക്കെയാണ്. പക്ഷേ ഈ തരം ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുടുംബത്തിനെയാണ് തകർത്തതേ. സ്വന്തം ഭാര്യ ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന അവസരങ്ങളിലേക്ക് അതിൻ്റെ പിന്നണിയിൽ പോകുന്നത്, അതിനു വേണ്ടിയിട്ട് ട്രെയിൻ യാത്രയ്ക്കിടെ കണ്ട് പരിചയപ്പെട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ച് അവളെ പഠിപ്പിച്ച് ഇതിന് വേണ്ട അവളുടെ പിന്നിലൊരു പാറ പോലെ ഉറച്ചു നിന്ന് വേണ്ട സാമ്പത്തിക സൗകര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഓരോ കോഴ്സുകൾ പഠിപ്പിക്കുന്നു. ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള സൗഹൃദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട്, വെല്ലിക്കയെ വെച്ചുകൊണ്ട് സിനിമ സംവിധാനം ചെയ്യുന്നു. എന്നിട്ട് ആ കുടുംബം തകർത്ത് ഇപ്പോൾ വെല്ലിക്കയുടെ നിയന്ത്രണത്തിലാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയും. ബ്ലാക്ക്ബെറി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ഇവരുടെ ഒരു വളരെ വളരെ സ്വകാര്യമായ സംഭാഷണങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നീട് പറയാം, വിശദമായിട്ട് പറയാം. അത് പുള്ളി തന്നെ വന്ന് പറയും. ഇപ്പം എന്നിട്ട് ഈ വെല്ലിക്കൈ വിഷയമൊക്കെ തുടക്കം തൊട്ട് അറിഞ്ഞിട്ടും ഇതിനകത്ത് പല കളി കളിച്ചതാണ്. കാരണം പുള്ളിക്ക് വയസ്സുകാലത്തൊരു അങ്ങനെ ഒരു സ്റ്റെപ്പിനെ വെക്കുക എന്ന് പറയുന്നില്ലേ, അതേപോലെ തോന്നുമ്പോൾ ഒന്ന് ആവശ്യം ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. പറഞ്ഞാൽ കൂടി പോയി. ഞാൻ എന്താ പറയുക, എൻ്റെ കൺട്രോൾ വിട്ട് പോകാതെ പറയണം. ഇന്നലത്തെ സ്റ്റോറിയൊക്കെ കുറച്ച് ഓവറായി പോയി എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയത് ആ സ്റ്റോറി. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞു, കാരണം നിങ്ങൾ ഡീഗ്രേഡ് ചെയ്യപ്പെടരുതെന്ന് പറഞ്ഞു. ഈ ഇമോഷണലിലെ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഈ വെല്ലിക്കാൻ്റെ അവസ്ഥ, വെല്ലിക്കാക്ക് വേണ്ടിയിട്ടല്ലാതെ, വെല്ലിക്ക അഭിനയിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സ്ക്രിപ്റ്റ് ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് അദ്ദേഹം ഓക്കെ ആയി കഴിഞ്ഞാൽ മൂപ്പര് ഏതെങ്കിലും ഡയറക്ടറെ ഏർപ്പാടാക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡ്യൂസറെ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്യും. മൂപ്പർക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റുന്ന സീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു നല്ല കഴിവുള്ള ഡയറക്ടർക്ക് ഡേറ്റ് കൊടുക്കുമ്പോൾ ആ ഡയറക്ടർക്ക് പറ്റിയൊരു പ്രൊഡ്യൂസറൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നത്, മൂപ്പര് അഭിനയിക്കാത്ത സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. മൂപ്പര് ഇപ്പോൾ മൂപ്പരെ ഇപ്പോൾ കൊണ്ടുനടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കക്ഷി ഇപ്പോൾ എന്തോ ഒരു രാത്രി സിനിമയുടെ രണ്ടാം പേരിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറഞ്ഞത്, രാത്രി. ഈ അതിന് മുമ്പുള്ളത് എന്ത് രാത്രിയാണെന്നുള്ളത് ഞാൻ പറയണില്ല. എന്തായാലും ആദ്യ രാത്രിയല്ല. കാരണം ഡിഫാമേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറയണത് കുറച്ചുകൂടി. കാരണം ഇവരും അടങ്ങിയിരിക്കില്ലല്ലോ, അത്രയ്ക്ക് പച്ചയ്ക്ക് പറയല്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതിയല്ലോ. കാരണം ഈ റിപ്പോർട്ട് ഞാനും വായിച്ചിട്ടില്ലല്ലോ, ഞാൻ അതിൻ്റെ മൊഴികൾ വായിച്ചിട്ടില്ല. പക്ഷേ ഇത് ലീക്കായി പുറത്തേക്ക് വന്ന സാധനങ്ങളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇവർക്ക് ഇപ്പോൾ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ട്രാവൽ കമ്പനിയുടെ ആ കമ്പനിയുടെ ഓണറെ കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക. ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്താ താല്പര്യം എന്നുള്ളത് മനസ്സിലായല്ലോ. നിനക്ക് വേണ്ട പ്രൊഫഷണൽ വളരാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷേ എൻ്റെ വയസ്സുകാലത്ത് മോളെ പ്രായമുള്ള നീ എൻ്റെ കൂടെ വേണം. അതേ ഉള്ളൂ വലിക്കാരനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും ഈ വിഷയം ഇപ്പോൾ കുഞ്ഞിക്ക് അറിഞ്ഞു. കുഞ്ഞിക്കാൻ്റെ മാനേജറും ഒക്കെ ഈ യുവതിയുടെ ഭർത്താവ് ഒരു ആത്മഹത്യ എഴുതാൻ പോകുന്നു എന്നുള്ള വിവരം അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സെറ്റിൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു വലിയ സ്ഫോടനമായിട്ട് തന്നെ മാറും. അത് അത്രയും ഞെട്ടിക്കുന്ന ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ വിഷയത്തിൽ തന്നെ. ഇപ്പോൾ ഈ ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, CMD വേറെ ആരും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെടരുത് എല്ലാം. അത് ഇയാൾക്ക് എങ്ങനെയും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കാസർഗോഡ് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടണമെന്ന്, അതിന് വേണ്ടിയിട്ടാണ് ഇയാളെ ഭാര്യയും കൂടി 94 കല്യാണം കഴിച്ചവർ പിന്നെ 2023 പിന്നെയും കല്യാണം കഴിച്ചേക്കുക. എന്ത് വിപ്ലവം നടത്തിയെന്നാണ് പറയുന്നത്. ഇയാൾക്ക് എന്താ വെച്ചാൽ കേസില്ല വക്കീലാണ്. അപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ സിനിമയിലും വലിയ അവസരം കിട്ടുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കപ്പെടണം. അതിന് വേണ്ടിയിട്ട് ഈ വിഷയം അറിഞ്ഞപ്പോൾ ഇയാൾക്ക് ഇതിൻ്റെ ഒന്നും അറിയാതെ, ABCD അറിയാതെ ഇയാൾ ഈ വിഷയത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഭർത്താവിന് അയാൾ സെക്ഷലി ഇമ്പോർട്ടൻ്റ് ആണ്,
പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അയാൾക്ക് അസൂയയാണ്, ഭാര്യ എന്നേക്കാൾ വളർന്നു പോകുന്നതിൽ. ഭാര്യയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ആളെക്കുറിച്ചാണ് പറയണേ. ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ പിന്നെന്താ, പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചിട്ടാണോ ഇവർ 2 മക്കളെ പ്രസവിച്ചത്? അല്ലല്ലോ. 2 ആൺപിള്ളേരുണ്ട്. എന്നിട്ട് പറയുക ഇങ്ങനെ വായിത്തൊന്ന് വർത്താൻ. അതുകൊണ്ടാണല്ലോ ശുക്ർ വക്കീൽ കിട്ടിയത്. എടാ നിനക്ക് ഈ പണിക്കും പറ്റില്ല, എന്നിട്ട് ചവറ് പിന്നെ അർജി കൊടുത്തപ്പോൾ ഹർജി ജഡ്ജി വരച്ചു കൂട്ടി മൂലക്കിട്ടിട്ട് പറഞ്ഞു 25,000 രൂപ ഫൈൻ അടച്ചോ പോയിക്കോടുന്നു പറഞ്ഞു. ഇപ്പം ആരും കേസും കൊണ്ടുപോയി കൊടുക്കില്ല എന്ന് പറഞ്ഞു. വലിയ ആളാവാൻ പോയതാ. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ശ്രദ്ധിക്കപ്പെടണം അതിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ. ഇപ്പം പിന്നെ ഈ നമ്മളെ ഷാഹിന, മാധ്യമപ്രവർത്തക ഷാഹിന, പോപ്പുലർ ഫണ്ടിൻ്റെ നാവായിട്ട് കുറേ കാലം നിന്നാ. ഷാഹിനയും ഈ വിഷയത്തിൽ കുറേ കണവണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും പോട്ടെ. ഇപ്പോൾ പ്രണയിച്ച് പഠിപ്പിച്ച് ഇത്രയും നിലയിലാക്കിയിട്ട് എന്തായിരുന്നാലും പൊതു ഖജനാവ് വേണ്ട. വേറെ ആളുണ്ട്, കമൽ വളരെ ജൂബ ചേട്ടനായിട്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മളെ ഈ ജൂബ ഇട്ട് നോക്ക് മുഴുവൻ പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് നമ്മളെ ഐസക്കാണ് ജൂബ ഇട്ട് നടക്കുന്നത്. ഐസക്കിൻ്റെ കഥ മുഴുവൻ എല്ലാവർക്കും അറിയാം. ഐസക്കിൻ്റെ കഥ, ഐസക്കിൻ്റെ ഈ ഒരു പ്രശ്നം, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ പത്തനംതിട്ടയിൽ കൊണ്ടിട്ട് നല്ല പൊട്ടിപ്പോയി. അവിടെ വന്നിട്ട് പറയാം മഞ്ഞൾ കൃഷി, പിന്നെ ഹൈടെക് ആയിട്ടുള്ള മഞ്ഞൾ കൃഷി എങ്ങനെ ഉണ്ടാക്കുക. കാർഷിക ശാസ്ത്രജ്ഞനുമാണ്, ധനകാര്യ ശാസ്ത്രജ്ഞനാണ്, അങ്ങനെ ആകെ മൊത്തത്തിൽ ശാസ്ത്രജ്ഞനാണ്. പക്ഷെ അതിലേറെ നന്നായിട്ട് കാമശാസ്ത്രജ്ഞനാണെന്നാണ് ആൾക്കാർ പറയണേ. അതിൽ ഭയങ്കര വീക്ക്നെസ് ഉണ്ട്. പോട്ടെ, അതൊന്നും നമ്മളെ കുഴപ്പമില്ല. നമ്മളെ ആരും ദ്രോഹിക്കുന്നില്ല. അയാൾ ആരും റേപ്പ് ചെയ്തിട്ടില്ല. ഈവൻ സ്വപ്ന സുരേഷിനോട് പോലും അയാൾ പറഞ്ഞത് നമുക്ക് ഒരുമിച്ചൊന്ന് മൂന്നാറിൽ പോകല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അത്ര ചോദിച്ചിട്ടുള്ളൂ. അനുമതി ഉണ്ടെങ്കിൽ പോയാൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഐസക്കിനെ കുറിച്ച് അങ്ങനെ പ്രശ്നമില്ല. പക്ഷേ കമലിനെ, ഐസക്കിനെ പോലെ ജൂബിറ്റ് നടക്കുന്ന കമലിനെതിരെയുള്ളത് കുറച്ചുകൂടി കടുത്ത ആരോപണങ്ങളാണ്. അങ്ങനെയുണ്ട്. വേണ്ട. ഈ പിന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുണിനെയാണല്ലോ നമ്മളെ ഈ പൊങ്ങുമൂടൻ ഒരിക്കൽ അമീര ശിരസ്കൻ എന്ന് പേരിട്ടത്. മലയാള സിനിമയിലെ അമീര ശിരസ്കനില്ലേ ഇപ്പം അമ്മയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണല്ലോ ഈ അമീര ശിരസ്കന്റെ ആദ്യ ഭാര്യയുടെ ആത്മഹത്യ പോലും കൃത്യമായിട്ട് അന്വേഷിക്കപ്പെട്ടിട്ടില്ല. കൃത്യമായിട്ട് പുനരന്വേഷണം നടക്കുക വേണ്ടത്. അതാ വേണ്ടത്. നല്ല അഭിനേതാവാണ്, അതിലൊന്നും എനിക്ക് സംശയമില്ല. നല്ല അഭിനേതാവാണ്, നല്ല സെൻസ് ഉണ്ട്, നല്ല പിന്നെ രാഷ്ട്രീയ ബോധമുണ്ട്, കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്, നല്ല വോയിസാണ്, നല്ല ശബ്ദമാണ്, നന്നായിട്ട് പാട്ട് പാടാൻ അറിയും, ഡിബേറ്റ് നടത്താൻ കഴിയും, ഒക്കെ കഴിയും. എനിക്ക് ആ രീതിയിലൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമാണ്. പക്ഷേ ഇയാൾക്കെതിരെ മീട്ടു വന്നതല്ലേ. മോളെക്കാളും പ്രായം കുറഞ്ഞ പെൺകൊച്ചിനടുത്ത് പോയിട്ട് പിന്നെ സെക്ഷൽ ഫേവർ ചോദിച്ചപ്പോൾ അത് പറഞ്ഞപ്പോൾ ആ കുട്ടീന് വില്ലിങ് അല്ലാതെ വന്നപ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട, അല്ലാതെ വേറെ പലതും ചെയ്യാലോ. ഏത് പരിപൂർണമായി അങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിലേക്ക് പോകേണ്ട, ഇന്റർകോഴ്സ് വേണ്ട, അല്ലാതെ വല്ല ഓറലോ വേറെ എന്തെങ്കിലുമൊക്കെ ആവാലോ അവസാനം അതെങ്കിലും നടന്നു കിട്ടട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ അപ്രോച്ച് ചെയ്യാനൊരു മടിയില്ലാത്ത ആൾക്കാരാ. പോട്ടെ, അതിന് ചോദിച്ചതാ. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എതിരെ മൊഴിയുണ്ട്. ഇങ്ങനെ ഒരുപാട് പേർക്കെതിരെയുണ്ട് ഇത്തരം സംഭവങ്ങൾ. അങ്ങനെ ഇതെല്ലാം പുറത്തു വരുമ്പോൾ ഇവർ കുടുങ്ങിപ്പോവില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും മിടുക്കന്മാര്, ആസിഫ് അലി ആയാലും ഫഹദ് ഫാസിലായാലും നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, ടോബിന തോമസ്, പൃഥ്വിരാജ് തുടങ്ങിയിട്ടുള്ള പുതിയ തലമുറയിലെ ആളുകൾക്കെതിരെ ഒന്നും, അവിടുത്തെ സംവിധായകരും പുതിയ തലമുറയിലെ അവർക്കെതിരെയും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. മറ്റവർക്കെതിരെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം എന്തായിരുന്നാലും പലരുടെയും മുഖം വികൃതമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ പിന്നെ ജനങ്ങൾ ഈ സാധനം അറിയേണ്ടതാണ്. പാർവതി തിരുവോത്ത് കൃത്യമായ നിലപാടെടുത്ത് പലപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ ഇത്ര കഴിവുള്ള പെൺകുട്ടിയാണ്, ബോധമുണ്ട്, രാഷ്ട്രീയം അറിയാം, സാംസ്കാരിക ധാരണകളുണ്ട്, ചരിത്രബോധമുണ്ട്, ആത്മീയതയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്, തികഞ്ഞ സെക്യുലറാണ്, ലോകം എന്താണെന്നറിയാം. പിന്നെ പാർവതി കൊടുക്കുന്ന അഭിമുഖങ്ങളിൽ ഒരക്ഷരം പോലും എഡിറ്റ് ചെയ്ത് കളയാനില്ല, ഒരു വിഡ്ഢിത്തരമായെന്ന് വരില്ല. വേണമെങ്കിൽ ഇതിനെതിരൊക്കെ പ്രതികരിക്കാതിരിക്കാം. ഇഷ്ടംപോലെ സിനിമകൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും കൂടി കോർണർ ചെയ്യാം. നമുക്കറിയാം അവർ അഭിനയിച്ചിട്ടുള്ള റൺവേ, മറ്റേ നമ്മളെ ഇറാഖിൽ പിന്നെ കലാപത്തിൻ്റെയൊക്കെ സമയത്ത് മറ്റേ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്ക് വെച്ചിട്ട് റൺവേ തന്നെയാണ് തോന്നുന്ന സിനിമ. തിയേറ്ററിൽ പോയി കണ്ടതാണ്. എന്ന് നിന്റെ മൊയ്തീൻ, കാഞ്ചനമാലയുടെ ആ റോള് ഒക്കെ എന്ത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ കഴിവുള്ള നടിയല്ലേ. എന്നാൽ പുറത്തിറങ്ങി വരുമ്പം വളരെ കൂളായിട്ട് ആരെയും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുന്നതാണ്. ഇവരെ പോലെ സ്ലിം ആവാൻ പോലും നോക്കാത്ത, കാരണം എൻ്റെ അടുത്ത് പ്രതിഭയുണ്ട് എന്നുള്ള ബോധമാണ്. ആ പാർവതി ഒരു കോർണർ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പാർവതിക്ക് പക്ഷേ സിനിമ പോയാൽ പുല്ല് പോകട്ടെ, ഞാൻ എൻ്റെ നിലപാട് ഇതാണ്, അതുകൊണ്ട് എനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നിഷേധിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് പാർവതിയോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരു ആദരവ് തോന്നാറുണ്ട്, ബഹുമാനം തോന്നാറുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും ഇത് മാത്രമല്ല, ഇപ്പം തന്നെ പലരും തുടങ്ങി. സതീദേവി ആദ്യം വെടി പൊട്ടിച്ചു, സർക്കാരാണിത് പുറത്തുവിടേണ്ടതെന്ന് പറഞ്ഞു. പുറത്തുവിട്ടാൽ ഇവരൊന്നും ട്രാപ്പിലാകുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ മറ്റേ
ഈ ഞാൻ പറഞ്ഞല്ലോ ഇത് പെട്ടിപ്പൂട്ടി വെക്കാനുള്ള സാധനമല്ലെന്നേ, നാട്ടുകാർ അറിയട്ടെ. അതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴാണെങ്കിൽ ഇടിഞ്ഞു വീഴട്ടെ. ഇവന്മാരെയൊക്കെ തനി സ്വഭാവം തനി കോണം എന്താണെന്നുള്ളത് നാട്ടുകാർ അറിയണമല്ലോ. ഇത് കാണിക്കാൻ പോയാലല്ലേ പ്രശ്നമുള്ളൂ, അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇന്ദ്രൻസിനെതിരെ ഒന്നും ഉണ്ടാവില്ലല്ലോ, ബിജുമേനെതിരെ ഒരു ആരോപണം ഉണ്ടാവില്ലല്ലോ, സുരേഷ് ഗോപിക്കെതിരെ ഒരു മൊഴി ഉണ്ടാവില്ലല്ലോ. അങ്ങനെ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിന് പോയവർക്കല്ലേ പ്രശ്നമുള്ളൂ. ജോയി മാത്യുവിനെതിരെ ഒരു പരാമർശം ഉണ്ടാവില്ലല്ലോ. അപ്പം ഇത് ഈ പെട്ടിപ്പൂട്ടി വെക്കാതെ ഈ സാധനം ഇപ്പം പിന്നെ ഹൈക്കോടതി കൊടുത്തേക്കുന്ന പിന്നെ അധിക സമയമൊന്നും കൊടുത്തിട്ടില്ല. ഒരാഴ്ചക്കുള്ള റിപ്പോർട്ട് കൊടുത്തു വിടണമെന്നാ. ഇനിയിപ്പോൾ ഇവന്മാർ സുപ്രീം കോടതി പോകുമെന്നുള്ള അറിയില്ല. ഇതിനെ ന്യായീകരിച്ച് ഓരോരുത്തന്മാർ വന്നിരിക്കുക. ന്യായീകരിച്ച് വന്നിരിക്കുന്ന ആരാ? ന്യായീകരിച്ച് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വരൻ ഇവരെ വിളിക്കുന്ന ചാനലുകാർക്കാണല്ലേ എന്നാ. കുറേ കാലം പിന്നെ അടിവസത്തിൻ്റെ എലാസ്റ്റിക് തലയെ കെട്ടിക്കൊണ്ട് നടക്കുകയായിരുന്നു. പിന്നെ കുറച്ചു കാലം ഇവിടെ മറ്റേ ഇത് ഇട്ടുകൊണ്ട് നടക്കുകയായിരുന്നു, ദേശീയ പതാകയുടെ ചിഹ്നം. പിന്നെ ശബരിമലയിൽ ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു, രക്തം ചിന്തും എന്നൊക്കെ പറഞ്ഞു. അവൻ മൂത്തൊടിക്കും പേടിച്ചിട്ട്. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങിയാനാ ഈശ്വരൻ. ഇവന് പിന്നെ അവൻ്റെ ഭാര്യ ലൈവിൽ വന്നിട്ട് പറഞ്ഞ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്ന പോലെ അല്ല കൊണ്ടുപോയത്, ഒരു പിക്കപ്പ് വാലിൽ പിന്നെ ടാർപ്പായി ഇട്ട് മൂടിക്കൊണ്ടേ പുറകിൽ. മാലിന്യം കൊണ്ടുപോകുന്ന അങ്ങനെയാണ് ഞാൻ പണ്ട് രാഹുൽ ഈശ്വരനെ കുറിച്ച് പറഞ്ഞു. പണ്ട് ഈശ്വരൻ്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരനെ എന്ത് ഈശ്വരനാണെന്ന് എനിക്കറിയില്ല. ഇവനൊക്കെ അങ്ങനെ പേരിട്ടവരെ അടിക്കണം ആദ്യം. എന്നിട്ട് പിന്നെ മാലിന്യം അങ്ങനെ കൊണ്ടുപോവുക, വേസ്റ്റൊക്കെ മുനിസിപ്പാലിറ്റി ശേഖരിച്ച് കഴിഞ്ഞാൽ ടാർപ്പായൊക്കെ ഇട്ട് മൂടി പിക്കപ്പ് എല്ലാം ഉണ്ടാകുക. അല്ലാതെ പിന്നെ അവനെ കാറ് കൊണ്ടുപോകണോ ഈ ദുർഗന്ധത്തെ മാലിന്യത്തെ? എന്നിട്ട് അവൻ വന്നിട്ട് ന്യായീകരിക്കുക, അത് മൂടി പുറത്തുവിടാൻ പാടില്ല. അങ്ങനെ ദിലീപിൻ്റെ കേസിനകത്ത് ദിലീപിൻ്റെ വക്കീലായിട്ട് വന്ന് ചാനൽ ചർച്ചയ്ക്കകത്തിരുന്നോ. ഇവനും ഒരു ശാന്തിവിള ദിനേശനുണ്ട്. ഒരു പിന്നെ എന്താ പറയുക, പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുക. കുറേ കാലം നമ്മുടെ മറ്റേ ഇവർക്കെതിരെയായിരുന്നു, നമ്മുടെ ഭാഗ്യലക്ഷ്മിക്കെതിരെയൊക്കെ എന്തെല്ലാം പറഞ്ഞു. അവസാനം പിന്നെ അത് കേസും കോപ്പൊക്കെ ആയി, കൂട്ടമൊക്കെ ആയി. എന്തെങ്കിലുമൊക്കെ പറയാം. ഡയറക്ടറാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ സിനിമ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ സിനിമ ബോക്സ് ഓഫീസ് ഹിറ്റാവുകയും മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച സിനിമയായി മാറുകയും ഒക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ട് പിന്നീട് ഒരു നിർമ്മാതാവും അദ്ദേഹത്തിൻ്റെ സിനിമ നിർമ്മിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇദ്ദേഹം അത്രയും വലിയ സംഭവമായതുകൊണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട നടന്മാരും ഇദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുള്ളിക്ക് സ്ക്രിപ്റ്റ് കൊണ്ടേ കൊടുത്തിട്ടില്ല, പിന്നെ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലാണ്ടിരിക്കുക, മേപ്പോട്ട് നോക്കി നടക്കുക. എന്നെ ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ തെങ്ങ് കയറാൻ വേണ്ടി വിളിച്ചു, തേങ്ങ ഇടാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തെങ്ങമ്മ കയറിയിട്ട് മൂത്ത തേങ്ങ മുഴുവൻ ഇട്ടതും ഇല്ലാത്ത ഇളതൊക്കെ അവിടെ എനിക്ക് പിന്നെ ഇളനീരായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അച്ചിങ്ങ വരെ വെട്ടി താഴെ ഇടുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്നെ തെങ്ങ് കയറാൻ വിളിക്കുമോ? പിന്നെ ആരെങ്കിലും ആ നാട്ടിലാരെങ്കിലും വിളിക്കുമോ? പിന്നെ ഈ വാർത്ത പറഞ്ഞാൽ കാരണം എനിക്ക് തേങ്ങ മൂത്തതേതാ മറ്റേതോ ഒരു ഒന്നും ഇല്ലാതെ സാമാന്യ ബോധം ഇല്ലാതെ എന്തോ കാട്ടിക്കൂട്ടി. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പിന്നെ പ്ലംബിങ്ങിന് എന്നെ വിളിച്ചിട്ട് ഈ മേളിൽ ടാങ്കിൽ നിന്ന് വരുന്നിടത്ത് 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പ് കൊടുത്തിട്ട് അതിനെ പിന്നെ മറ്റേ ഈ കോൺസെൻട്രിക് റെഡ്യൂസർ വെച്ചിട്ട് പിന്നെ 2x1 വെച്ചിട്ട് പൈപ്പ് പിന്നെ അവിടുന്ന് താഴോട്ട് 2 ഇഞ്ചിൻ്റെ പൈപ്പ് കൊടുത്ത് അവസാനം അതായത് വേളിൽ നിന്ന് കുറച്ച് വെള്ളം വരിക, പിന്നെ താഴോട്ട് വരുമ്പോൾ ഇത് വലുതാക്കി ഇങ്ങനെ വന്നിട്ട് തല ഈ ഒരുമാതിരി കൂരിയാറ്റക്കുരുവി കൂട് കൂട്ടുന്ന പോലെ ഒരു തല തിരിഞ്ഞിട്ടുള്ള പ്ലംബിംഗ് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടിൽ ഏതെങ്കിലും വീടിൻ്റെ പ്ലംബിംഗ് പണിക്ക് എന്നെ വിളിക്കുമോ? അതുകൊണ്ടാണ് ഇയാൾക്ക് പണി അറിയാമെന്നുള്ളത് മനസ്സിലായപ്പോൾ പിന്നെ ആരും ഡേറ്റ് കൊടുത്തിട്ടില്ല. ഒറ്റ സിനിമയിൽ നിൽക്കുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വായി തോന്നി ചലിച്ചുകൊണ്ട് നടക്കുക. ഞാനൊക്കെ പറയുന്നുണ്ടെന്ന് പറയാം, പക്ഷേ നമ്മളൊക്കെ പറയുന്നത് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ ചിലത് പിന്നെ ഒഴിവാക്കുക, ചിലതിനകത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചെയ്തപ്പം ഷാർപ്പായി പോകുന്നുണ്ട്, കുറച്ചുകൂടി അഗ്രസീവ് ആവുന്നുണ്ട്, കുറച്ചുകൂടി ഒന്ന് മൈൽഡായിട്ട് മയത്തിൽ കാര്യങ്ങൾ പറയാൻ എന്നോട് പ്രേക്ഷകരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാനൊരു വിഷയത്തിനകത്ത് ഞാൻ പിന്നെ പറഞ്ഞ കുറച്ച് ഓവറായി പോയി ക്ഷമ ചോദിക്കുന്നു പറഞ്ഞത് ഞാൻ. അപ്പം ഇന്നിപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ അങ്ങോട്ട് പറയാത്തത്. ഓക്കെ, കുറച്ച് ഒന്ന് മയപ്പെടുത്തിയാണ് പറയണേ. പക്ഷേ നുണ പറയാറില്ലല്ലോ, പറഞ്ഞതിൽ വസ്തുതാപരമായ പിഴവുകളൊന്നും വല്ലാതെ ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെയുള്ളത് ഞാൻ സംശയമാണെന്ന് കൊണ്ടാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പം എന്തായാലും അതേപോലെ തന്നെ ഈ രാഹുൽ ഈശ്വരനെ പോലെ തന്നെ ഈ ശാന്തികുള ദിനേശനെ പോലെ തന്നെ വേറെ സാധനമായിരുന്നു ജോർജ് പൂഞ്ഞാറച്ചായനും ദിലീപിൻ്റെ കേസിലും ഫ്രാങ്കോയുടെ കേസിലും ഒക്കെ വന്നിട്ട് പിന്നെ ഈ പീഡകന്മാരെ വേണ്ടിയിട്ട് വക്കീലായിട്ട് വരിക. അമ്മയുടെ യോഗം നടന്നപ്പോൾ ഗണേശും മുകേഷുമാണ് പത്രക്കാരൻ നേരെ തട്ടിക്കയറിയത്. രണ്ടുപേരും ഒന്ന് LDFിൻ്റെ സിറ്റിംഗ് MLA ആ സമയത്ത്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ഒരാൾ മന്ത്രിയാണ്, ഒരാൾ MLA ആയിട്ട് രണ്ടാമത്തോട്ട് നിൽക്കുക. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാൽ
അതേപോലെ കൈരളി ടി വിയുടെ ചെയർമാൻ എന്നുള്ള ഇതിൽ മമ്മൂട്ടി സമ്മർദ്ദം ചെലുത്തിയാൽ പിന്നെ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരില്ല. ഒന്നല്ലേ മമ്മൂട്ടിയെ ഓർക്കട്ടെ, മമ്മൂട്ടിയെ പോലെയുള്ള ആൾക്കാർക്കില്ലോ അദ്ദേഹത്തിന്റെ പേരൊന്നും ഇതിലില്ലാന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിനെതിരെ മൊഴിയില്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയേണ്ടത് പിന്നെ അദ്ദേഹം ഏറ്റവും മലയാള സിനിമയിലെ അവസാന വാക്കായിട്ട് നിൽക്കാൻ മാത്രം ഈ സർക്കാരിന്റെ മേലെ സ്വാധീനമുള്ള ആളെന്നുള്ള രീതിയിൽ ആ റിപ്പോർട്ട് പൂർണ്ണമായ രീതിയിൽ പുറത്തുവിടണം, ഔട്ടാക്കണം. ജനങ്ങൾക്ക് സാധാരണക്കാരന് പ്രാപ്യമായ രീതിയിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. അതിന്റെ കോപ്പി പത്രങ്ങൾക്ക് പൂർണ്ണമായ മൊഴികൾ ഉൾപ്പെടെയുള്ളത് കൊടുക്കണം. ഇരകളുടെ പേര് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് മുഴുവൻ കൊടുക്കണം എന്ന് മമ്മൂട്ടിയെ പോലുള്ള സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള 3 തവണ ദേശീയ അവാർഡ് നേടിയ കൈരളി ടി വിന്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹം പറയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹം ഇതിനെതിരെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത, അദ്ദേഹം പരിപൂർണമായി വിശ്വസ്തനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയണം. ഗണേഷ് കുമാർ പറയണം, മുകേഷ് പറയണം. ഇവർക്ക് 3 പേർക്ക് LDF മന്ത്രിസഭയുടെ മേലെ നല്ല സ്വാധീനമുണ്ടല്ലോ, അവരാ പറയേണ്ടത്, പുറത്തു വിടണമെന്ന് ആവശ്യപ്പെടേണ്ടത്. അപ്പം പിന്നെ സജി നമ്പിയായിട്ട് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്, ജോർജിന്റെ ഒക്കെ ഭാര്യ തന്നെ. ഇവനും കുറെ കാലം ചാനലിൽ വന്നിട്ട് ഏത് സിനിമയെ നിർമ്മിച്ചത് എനിക്കറിയില്ല, വന്നിരുന്ന് എന്നും ഇരുന്ന് ചാനൽ ചർച്ചയ്ക്കകത്ത് വന്നിട്ട് ഈ പീഡിപ്പിക്കപ്പെട്ട നടിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച. എന്തായിരുന്നാലും ഞാൻ വീണ്ടും പറയുന്നു, ഈ റിപ്പോർട്ട് പരിപൂർണമായും പുറത്തുവിടണം. മൊഴികൾ പൂർണ്ണമായും ജനങ്ങൾ അറിയട്ടെ. അങ്ങനെ പുറത്തുവിടണം. ഇവന്മാരുടെയൊക്കെ പിന്നെ യഥാർത്ഥ മുഖം നാട്ടുകാരെ അറിയട്ടെ. ഇവർ നാളെ തലയിൽ മുണ്ടിട്ട് കിടക്കട്ടെ എന്നേ. ചെയ്തിട്ടല്ലേ, ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ എന്നാ.